ഷദായ്, ദൈവം സർവശക്തൻ. എൽ ഷദായ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 144:7. കർത്താവേ, ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ കേട്ട വചനം, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരാത്മീയ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം ഉന്നതത്തിൽ നിന്ന് കരങ്ങൾ നീട്ടി രക്ഷിക്കാൻ കഴിയാത്ത കുഴികളിൽ കിടക്കുന്ന അനേകരെ പിടിച്ചുയർത്തും. ഉന്നതത്തിൽ നിന്ന് കരം നീട്ടി രക്ഷിക്കുന്ന ദൈവമുണ്ട് ബൈബിളിൽ. ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇതുപോലത്തെ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രിയദാസനെ ഉന്നതത്തിൽ നിന്ന് കൈതീട്ടി ദൈവം രക്ഷിച്ച ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ അനുഭവം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ചാണ് നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. എൻ്റെ പേര് ബിന്നി. വീട് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന സ്ഥലത്താണ്. 2010 മെയ് 23 വെളുപ്പിന് ഉറങ്ങിക്കിടന്നിരുന്ന എനിക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടായി. ഉടനെ തന്നെ ഫിറ്റ്സ് വരികയും വായിൽ നിന്നും ചെവിയിൽ നിന്നുമെല്ലാം രക്തം വന്ന് ബോധം കെടുകയും ചെയ്ത എന്നെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രെയിനിൽ വലിയ ട്യൂമർ ആണെന്ന് തിരിച്ചറിഞ്ഞു. ബോധം തെളിഞ്ഞാൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എല്ലാവരെയും പ്രാർത്ഥനയുടെ ഫലമായി പിറ്റേ ദിവസം എനിക്ക് ബോധം ലഭിച്ചു. ഓപ്പറേഷൻ വിധേയമാക്കി 8-9 മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ്റെ ഒടുവിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു 50-60% മാത്രമേ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ, ബാക്കി മുഴ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തുടർന്ന് എനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം എൻ്റെ ഭർത്താവിനോട് ഡോക്ടർ പറഞ്ഞു. റേഡിയേഷനും കീമോതെറാപ്പിയും മാത്രമേ ഇനി ചെയ്യാനുള്ളൂവെന്നും ഈ വ്യക്തി 6 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല, കാരണം ഇങ്ങനെ രോഗം വന്നാൽ 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാറില്ല എന്നും പറഞ്ഞു. ഈ വിവരങ്ങളൊന്നും ആരും എന്നെ അറിയിച്ചില്ല. എൻ്റെ ബന്ധുക്കളായ വൈദികരും സിസ്റ്റേഴ്സും ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 2011 മെയ് 23 ഞാൻ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ചുള്ളൊരു ധ്യാനം കൂടുകയും ആരാധന സമയത്ത് ബിനോയ് അച്ഛൻ കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നതായി വിളിച്ചു പറയുകയും ചെയ്തു. കൂടാതെ എന്നെ കൗൺസിലിംഗ് നടത്തിയ സിസ്റ്ററിനും കർത്താവ് വെളിപ്പെടുത്തി അവിടുന്ന് എൻ്റെ ട്യൂമർ എടുത്തു മാറ്റുന്നതായി. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 വർഷമായി. 6 മാസം തികയില്ല എന്ന വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്ന എന്നെ കർത്താവ് എൻ്റെ ഉള്ളം കയ്യിൽ പരിപാലിക്കുന്നു. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. അവിടുത്തെ അത്ഭുതം ഒന്ന് മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബവും എന്നെ സുഖപ്പെടുത്തി എൻ്റെ നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഉന്നതന്ന് കൈ നീട്ടി അങ്ങോട്ട് സ്പർശിച്ചു. 2 കരങ്ങളെ കർത്താവ് സ്ഥലത്തേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ വ്യക്തിയെ സുഖപ്പെടുത്തിയ കർത്താവിന് മഹത്വം കൊടുത്ത്, ദൈവമേ ഇതുപോലത്തെ ഒരു അനുഭവം ഞങ്ങൾക്കും നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് തരത്തിലുള്ള കയ്പിൻ്റെ കയങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. കർത്താവെ ഞങ്ങൾക്ക് അറിയാവുന്നവരുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ അത്തരം അവസ്ഥകളുണ്ട്. ആ മേഖലകളിലേക്ക് എല്ലാം അവിടുന്ന് കരങ്ങൾ നീട്ടണമേ, അവിടുന്ന് കരം നീട്ടണമേ. അവിടുത്തേക്ക് കരത്തിൻ്റെ നീട്ടം കുറഞ്ഞു പോയിട്ടില്ലെന്ന വചനത്തിലുണ്ടല്ലോ, അവിടുന്ന് നീട്ടണമേ, കരങ്ങൾ നീട്ടണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എളിമപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് TV-ക്ക് മുമ്പിലിരുന്ന്, കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന്, ഓ ദൈവമേ എനിക്ക് ഇതുപോലൊരു അനുഭവം തരണമേ, ഈ കയത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും അവിടുന്ന് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഞാൻ
അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന അതിനിപ്പം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അത്ഭുതകരമായ സൗഖ്യത്തിന് അഭിഷേകം ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ വചനങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ വചനങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ വിട്ടുപോകട്ടെ, കുറ്റബോധം വിട്ടുപോകട്ടെ, തളർച്ച വിട്ടുപോകട്ടെ, നെഗറ്റീവ് ചിന്തകൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ, ഐക്യത്തിന് അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിന് ആത്മാവ് വ്യാപരിക്കട്ടെ. ആരാധന വട്ടാലസിന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് കർത്താവെ ഈ ശുശ്രൂഷയിൽ എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ കാണുന്നുണ്ടോ അവർക്കെല്ലാം ഒരു അത്ഭുത ടച്ച് കൊടുക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉയർത്താൻ വേണ്ടി പരിശോധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ ഉയർത്താൻ വേണ്ടി നമ്മളെ പരിശോധിച്ചറിയുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ മണിക്കൂറുകൾ തുടർന്ന് ചിന്തിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുലിഖിതം, ഹെബ്രായർ 4:15, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. മറിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മൾ ജീവിച്ചതുപോലെ ജീവിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷകൾക്കും പരിശോധനകൾക്കും വിധേയനായവനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പാപപ്രലോഭനങ്ങളും, നമുക്കുണ്ടാകുന്ന സഹനങ്ങളും, നമുക്കുണ്ടാകുന്ന ഞെരുക്കങ്ങളും, നമ്മൾക്കുണ്ടാകുന്ന തകർച്ചകളും, ഈ ഓരോ മേഖലകളിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കടന്നു പോയവനാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് ബൈബിളിലുണ്ട്. അത് ശരി തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മളെ പരിശോധിച്ചറിയുന്നുണ്ട്. ദൈവം നമ്മളെ അറിയുന്നുണ്ട്. പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാത്താൻ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ നേരെ കൊണ്ടുവരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യേശുക്രിസ്തു ഈ ലോകത്തിൽ ദൈവരാജ്യം പ്രഖ്യാപനത്തിനായി 40 നിരനാത്രങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി യേശുവിനെ കൊണ്ടുള്ള നിറവേറുന്ന ദൈവിക പദ്ധതി, പിതാവിന്റെ പദ്ധതി തകർക്കാൻ വേണ്ടി സാത്താൻ പലതരത്തിലുള്ള കെണികളും പരീക്ഷണങ്ങളും ഇവിടെ വന്നു. എന്നാൽ യേശു ക്രിസ്തു എന്തോ ആ പരീക്ഷകളെല്ലാം യേശു അതിജീവിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ജെറമ്യ 29:11 നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. ഏതാണ് ആ വചനം? ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിറവേറാതിരിക്കുവാൻ തക്കവിധം സാത്താൻ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരും. ദൈവം ചില പരിശോധനകൾ നടത്താൻ അനുവദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ പരിശോധനകളും പരീക്ഷകളും അനുവദിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരീക്ഷ ഇടും, 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് പരീക്ഷ ഇടും. എന്തിനു വേണ്ടിയിട്ടാ? ആ പരീക്ഷ ഇടുന്നതിന് ഉദ്ദേശം ഒരാളെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്? ആ പരീക്ഷ വഴി അവനെ പരിശോധിച്ചറിഞ്ഞ് അവനെ അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് പരിശോധനകളും പരീക്ഷണങ്ങളും നടത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 66-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 10-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 66:10. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്നതുപോലെ അങ്ങ് പരിശോധിച്ചു. നോക്കിയേ, പരിശോധനയും പരീക്ഷയും. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞ് ഞങ്ങളെ വെള്ളി എന്നതുപോലെ അങ്ങ് പരിശോധിച്ചു. ഒരു സ്വർണ്ണമോ വെള്ളിയോ ഉരച്ച് പരിശോധിക്കുന്നത് പോലെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ നീ കേപ്പബിൾ ആണോ ഇല്ലെന്ന് ദൈവം പരീക്ഷിച്ച് അറിയും. അതിനെക്കുറിച്ച് ജോബ് വളരെ വ്യക്തമായ ചില വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. ജോബ് 23:10-11 അവിടെ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ആ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ഒരു പടി ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും.
എന്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകൾ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. ഓരോ പരീക്ഷണങ്ങളും നമ്മൾ അടുത്ത പടി ദൈവത്തിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പരിശുദ്ധാത്മ വചനങ്ങളോട് വെളിപ്പെടുത്തുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഇങ്ങനെ പരീക്ഷകൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഓരോ വ്യക്തിയുടെ മനസ്സിന്റെ സ്ഥിതി, ഓരോ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കർത്താവ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിലുള്ള ബോധ്യം നിയമാവർത്തന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ 40 സംവത്സരങ്ങൾ നിങ്ങളെ നയിച്ച വഴികളെല്ലാം ഓർക്കണം എന്ന് പറഞ്ഞാൽ 40 സംവത്സരങ്ങളിലൂടെ ആ മരുഭൂമിയിലൂടെ ആ ദൈവജനത്തെ കർത്താവ് എളിമപ്പെടുത്തി പരിശോധിച്ച് പരീക്ഷിച്ച് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പ്രത്യേക പരീക്ഷണങ്ങളും ചില പ്രത്യേക സിറ്റുവേഷനും ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നാലേ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചായക്കടലാസ് വെള്ളത്തിലിട്ടാൽ തനി നിറം മനസ്സിലാകുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയിരിക്കുന്ന പ്രത്യേക സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയല്ല. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ പരിശോധനകളും നമ്മളുടെ മനസ്സിലിരിപ്പ് കർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? അടുത്ത പടി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധന. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുലിഖിതം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിട്ടായിരുന്നു അത്. എന്തിനു വേണ്ടിയിട്ടാ പല ഞെരുക്കങ്ങളിലൂടെ കടത്തിവിട്ടത്? അവരെ പരിശോധിച്ച് അറിഞ്ഞ് അവരെ നന്മ കൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അനുവദിച്ചത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇതേ സെയിം കാര്യം തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അവിടെ അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്, ദൈവം പരിശോധിക്കുന്നുണ്ട്. അബ്രാഹത്തോടെ കുഞ്ഞിനെ സമർപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെ അബ്രാഹം ഇടം വല്ലം തിരിഞ്ഞില്ല. ദൈവത്തിന്റെ പരീക്ഷയിൽ, ദൈവത്തിന്റെ പരിശോധനയിൽ ഈ അബ്രാഹം വിജയം വരികയാണ്. അങ്ങനെ അബ്രാഹം കുഞ്ഞിനെ സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നൊരു വെളിപ്പെടുത്തൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 22-ന്റെ 12-ാമത്തെ വാക്യത്തിലാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ആ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനൊന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ദൈവം പറയാണ്, നീ എന്നെ ഭയപ്പെടുന്നുവെന്നും നീ എന്റെ കൽപ്പന അനുസരിക്കുമെന്നും എനിക്ക് ഉറപ്പായി. ഈ പരിശോധന നീ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ജനതകളെ പിതാവാക്കുന്നതിനെ അഭിഷേകം ചെയ്യാണ്, ജനതകളെ പിതാവാക്കുന്നതിനെ ഉയർത്തുകയാണ്. നീ വിശ്വാസത്തിൽ സ്ഥിരത ലഭിച്ചു, നീ വിശ്വാസം പരീക്ഷയെ അതിജീവിച്ച് അത് തെളിയിച്ച് കാണിച്ചതെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനായിട്ട് സ്ഥിരത ലഭിക്കും. അതാണ് ജോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചത്. പരീക്ഷിച്ച് കഴിയുമ്പോൾ അവിടുത്തെ കാൽപാദങ്ങളിൽ പാദമുറപ്പിക്കും. ഒരു സ്ഥിരതയുണ്ട്, ഒരു ഉയർത്തലുണ്ട്, ഒരു ഉയർപ്പിക്കലുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടെന്ന് ചിലർക്ക് ഒരു ചോദ്യം വരാം, അല്ല ദൈവത്തിന് ഇതൊക്കെ അറിയാൻ പാടില്ലേ? അബ്രാഹത്തിന് കൊച്ചിനെ സമർപ്പിക്കാൻ പറഞ്ഞാൽ അബ്രാഹം കൊച്ചിനെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ലേ? പിന്നെ എന്തിനു വേണ്ടിയാണ് പരീക്ഷിക്കുന്നത്? ഇത് ഞാൻ കുറെ നാളുകൾ ചിന്തിച്ചൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് എനിക്കൊരു വെളിപ്പെടുത്തൽ കിട്ടിയത് സെമിനാരിൽ പഠിച്ചിരുന്ന കാലത്ത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ഒന്നിനെ കുറിച്ച് അച്ഛൻ ക്ലാസ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വാസ്തവത്തിൽ അബ്രാഹാം കുഞ്ഞിനെ സമർപ്പിക്കും എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരാനിരിക്കുന്ന തലമുറയ്ക്കൊരു പാഠമാകുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ദൈവം ഈ പരിശോധന അനുവദിച്ചിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. യേശുക്രിസ്തു എന്തിനു വേണ്ടി സ്നാപയോഹന്റെ മുമ്പിൽ ഞാൻ സ്നാനം ചെയ്തിരിക്കാൻ വേണ്ടി നിന്നത്? യേശുവിന് പാപമില്ലല്ലോ, പിന്നെ എന്തിനാ നിന്നത്? ഈ ലോകത്തിന്റെ പാഠമാകാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം, ഒരു പ്രലോഭനം, ഒരു പരിശോധന ദൈവം അനുവദിക്കുമ്പോൾ അത് പല രൂപത്തിലും വരാം. ചിലപ്പോൾ സഹനത്തിന്റെ പരീക്ഷയാവാം, ചിലപ്പോൾ ഒരു പാപ പരീക്ഷയാവാം. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പരിശോധന അനുവദിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരാനിരിക്കുന്ന തലമുറയ്ക്കൊരു പാഠവും മാതൃകയും നൽകുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ജോബിന്റെ പരീക്ഷ എനിക്ക് നിനക്ക് ഒരു പാഠമാണ്.
അപരാഗത്തെ കുറിച്ചുള്ള പരിശോധന നമുക്കൊരു ബലമാണത്. യേശുവിനെ മരുഭൂമിയിൽ പരീക്ഷിച്ചു, നമുക്കത് ബലമാണത്. പറഞ്ഞ ഹല്ലേലൂയ. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 10:13 വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പരീക്ഷയും നിനക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് ഉണ്ടാകാത്ത, അപരാഗത്തിന് ഉണ്ടാകാത്ത, പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടാകാത്ത, വിശുദ്ധ ജോൺ മരിയമ്മയ്ക്ക് ഉണ്ടാകാത്ത, വിശുദ്ധ ഭാരതത്തിനെപ്പറ്റി അനുഭവപ്പെടാത്ത ഒരു പരീക്ഷ എനിക്കും നിനക്ക് നേരിട്ടിട്ടില്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരീക്ഷകളും പരിശോധനകളും അതിജീവിച്ച് അടുത്ത പടി കയറാനുള്ള ഒരു ആവശ്യം. ഒരു പരിശോധന കഴിഞ്ഞാൽ അടുത്ത ഒരു ഉയർച്ചയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായ പലതരത്തിലുള്ള പരിശോധനകളും നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ആ മേഖലയിലെല്ലാം ദൈവം നിങ്ങൾക്ക് ഉയർച്ച തന്നിട്ടുണ്ടാവും. ഒരു പുതിയ അഭിഷേകം തുറന്നു തന്നിട്ടുണ്ടാവും. ഒരു പരിശോധന കഴിയുമ്പോൾ ഒരു പുതിയ അഭിഷേകം തുറക്കപ്പെടും. ഒരു പരിശോധന കഴിയുമ്പോൾ അടുത്തൊരു കാര്യം നേരെ ചൊവ്വയായി കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞ ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച മറ്റൊരു തിരുവചന ഭാഗമുണ്ട്. അത് നമ്മൾ കാണുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിലാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. ജെറമ്യാ 35 കാണുന്നത് ഇപ്രകാരമാണ്: റക്കാബിയർ എന്ന പേരുള്ള ഒരു കുടുംബം. റക്കാബിയർ എന്താ കുടുംബത്തിന്റെ പ്രത്യേകത? ആ കുടുംബം നല്ല കൃപയിൽ, മദ്യപാനമില്ല, പാപമില്ല, ദൈവം പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നല്ലൊരു കൃപയിൽ ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു വംശമാണ്. അവരെ കുറിച്ച് ഒരു കാര്യം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം ജെറമ്യായോട് കർത്താവ് പറഞ്ഞു, അല്ലയോ ജെറമ്യാ, നീ ഉടനെ തന്നെ റക്കാബിന്റെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. എന്നിട്ട് അവർക്ക് മദ്യപിക്കാൻ, വീഞ്ഞു കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഉടനെ ജെറമ്യാ ചെയ്ത്, ജെറമ്യാ വേഗം ചെന്ന് റക്കാബിനെ കൂട്ടിക്കൊണ്ട് വന്നു. അതിൽ 5-ാമത്തെ വാക്യമാണ്. ജെറമ്യാ 35-ന്റെ 5 വാക്യങ്ങളാണ് കാണുന്നത്. ഞാൻ റക്കാബിന്റെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. അതുകൊണ്ട് നോക്കിയ മദ്യപിക്കാൻ, വീഞ്ഞു കുടിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തെ പ്രലോഭന പരിശോധന പരീക്ഷയായിരുന്നത്. അവർ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെ പിതാമകന്മാർ ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ദീർഘനാൾ വസിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ വീഞ്ഞു കുടിക്കില്ലെന്ന് പറഞ്ഞു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്നിട്ട് അവർ ഉറപ്പിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. എന്താ സംഭവിച്ചെന്നറിയാവോ സഹോദരങ്ങളെ? അതിന്റെ 35-ാമത്തെ അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. ജെറമ്യാ ഇതെല്ലാം അങ്ങ് നോക്കുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോ ജെറമ്യാ ദൈവത്തിന് ദൂത് വെളിപ്പെടുത്തി കൊടുത്തു. ജെറമ്യാ റക്കാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബന്റെ കൽപ്പന അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺ സന്തതി അറ്റുപോവുകയില്ല. ഹല്ലേലൂയ. അവര് മദ്യപിക്കാതെ വീഞ്ഞു കുടിക്കാതെ ഉണ്ടായിരുന്ന ദൈവം ഒരു പ്രത്യേക പരിശോധന അനുവദിച്ചതാണ്. അവിടെ വിജയിച്ചെന്ന് പിടിച്ചു നിന്ന് എന്ത് ചെയ്തു? ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. ഒരു പരിശോധന കഴിഞ്ഞ, ഒരു പരീക്ഷ കഴിഞ്ഞ അടുത്ത പടി ഒരു അനുഗ്രഹമാണ്. യോനാദാബന്, അതായത് നിന്റെ വംശത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധി ശുശ്രൂഷ ചെയ്യാൻ എന്നും ഒരു ആൺ സന്തതി ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് ഒരു ബ്ലെസ്സിംഗ് അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പാപ പരീക്ഷകൾ ഉണ്ടായാലും ശരി, സഹനത്തിന്റെ പരീക്ഷകൾ ഉണ്ടായാലും ശരി, പ്രലോഭനത്തിന്റെ പരീക്ഷകൾ ഉണ്ടായാലും ശരി, ഏത് വിധത്തിലുള്ള അവസ്ഥകളോട് കടന്നു പോയാലും ശരി, കർത്താവ് പറഞ്ഞ ഒരു കാര്യം വില കൊടുത്ത് അനുസരിക്കേണ്ട ഒരു പ്രതിസന്ധി ആണെങ്കിലും ശരി, പ്രിയപ്പെട്ട മകനെ മകളെ, നീ അവിടെ പിടിച്ചു നിൽക്കണം. കാരണം എന്താ? കർത്താവ് നിനക്കൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടാണ് ഒരു പരിശോധന അനുവദിച്ചിരിക്കുന്നത്. പറയാം ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹങ്ങൾ ഈ പരിശോധനയിൽ അതിജീവിച്ച് കയറി വരാൻ നമ്മൾ തട്ടിക്കളഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശോധനകളെ നേരിടാനുള്ളൊരു അഭിഷേകം, പരീക്ഷകളെ അതിജീവിക്കാനുള്ള അഭിഷേകം, അങ്ങനെ ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള അഭിഷേകമുണ്ട്. അത് ബൈബിളിൽ എഴുതപ്പെട്ട വചനമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. റക്കാബിയർ പിടിച്ചു നിന്നതുപോലെ കർത്താവ് ഒരുപാട് തരത്തിലുള്ള
പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് കർത്താവേ. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം കിട്ടണം കർത്താവേ. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നമ്മളെക്കാൾ മുതിർന്നവർ, നമ്മളെ ഉന്നത അധികാരികളൊക്കെ പലതരത്തിലുള്ള അവസ്ഥകൾ കൊണ്ടുവന്ന് തന്നാലും അവിടെ ഒക്കെ പിടിച്ചു നിൽക്കാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പരിശോധിച്ചറിയണമേ. 139 സങ്കീർത്തനത്തിൽ അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മനുഷ്യന്റെ ഓരോ ഹൃദയ വ്യാപാരങ്ങളും ഓരോ വിചാരങ്ങളെയും എല്ലാം അവിടുന്ന് പരിശോധിച്ചറിയണമെന്ന്. ഓ ദൈവമേ, ഞങ്ങളെ പരിശോധിച്ചറിയണമേ. ഞങ്ങൾ വിനാശത്തിന്റെ മാർഗത്തിലാണോ ചരിക്കുന്നതെന്ന് അവിടുന്ന് പരിശോധിച്ചറിയണമേ എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിനെ അതിജീവിക്കാൻ വേണ്ടി അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരു അഭിഷേകം നൽകണമേ. പരിശോധന ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന് നേരിടുന്ന ഒരു അഭിഷേകം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകം സ്വീകരിക്കാനുള്ള തുറവ് ഞങ്ങൾക്ക് നൽകണമേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. El Shaddai. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും അകമ്പടിയോടെ ഈ സഹിയോന്റെ ബലിപീഠത്തിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 139 സങ്കീർത്തനത്തിൽ 23 വാക്യത്തിൽ സങ്കീർത്തകൻ നടത്തുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ വികാരങ്ങളെയും വിചാരങ്ങളെയും വേർതിരിച്ചറിയുന്ന ദൈവമാണല്ലോ അവിടുന്ന്. കർത്താവേ, നിമിഷം ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ ഞങ്ങൾ വിജയിക്കുവാൻ തക്ക വിധം ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരുപാട് പാപപ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങേക്ക് സാക്ഷ്യം വയ്ക്കാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. പല സ്ഥലങ്ങളും ഞങ്ങൾ വീണ് പോയിട്ടുണ്ട്. കർത്താവേ, കരുതലുള്ള കർത്താവെ, കരം നിന്ന് താങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ആരാധന മധ്യത്തിൽ കർത്താവെ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓ കർത്താവെ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരനീട്ട് ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ഓരോ അവസ്ഥകളിലേക്ക് അവിടുന്ന് കൃപ ചൊരിയണമേ. രണ്ട് കരങ്ങൾ കർത്താവ് സ്ഥലം ഉയർത്തി അതിരോ ഹൃദയം ഒരുപോലെ തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ,
കയ്പ് നീര് കുടിച്ച് തകർന്നു കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളെ കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ, രോഗബാധകൾ, ദുർദർശനങ്ങളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങളെ ശാസിക്കുന്നു, രോഗപീഠകളെ ശാസിക്കുന്നു, തടസ്സങ്ങൾ, കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കണ്ണുനീരോടെ പൊട്ടിക്കറിഞ്ഞ് അനുദപിച്ച് കുമ്പസാരിക്കുന്ന അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പരീക്ഷ ഉണ്ടാകുമ്പോൾ പിടിച്ചെടുക്കാൻ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, വംശങ്ങളെ ആശീർവദിക്കുന്നു, പാരമ്പര്യങ്ങളെ ആശീർവദിക്കുന്നു, ദേശങ്ങളെ ആശീർവദിക്കുന്നു. ആരാധന, 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 ആരാധന. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. El Shaddai.